ഹായ് ഗൈസ്, ഒന്ന് വാ ഇറങ്ങ്. എനിക്ക് നമ്മളിങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ പോന്നേ? പയ്യന്നൂരില് എന്ത് കഴിക്കാനാ? സമൂസയല്ല, മോമോസ് കഴിക്കാൻ പോവാണ്. കിട്ടിയ ഭാഗ്യം. ഇതാണ് പൂച്ച, ഇതാണ് അനഘ. അനഘനെ കാണുന്നില്ല, ഏതെടുത്താലും പറ്റി. ഹലോ, പൂജന്റെ അമ്മ ശ്രദ്ധിക്കാൻ. അമ്മ ഇവിടെ കറങ്ങല, പൂജ ഇവിടെ കടലയാ, കടലയല്ല, പൂജ ഇവിടെ കറങ്ങി നടക്കുകയാണ്. വീട്ടിൽ പറയാതെ പോവാണ്. ബാക്കിൽ 2 മൊയന്തുകൾ വരുന്നുണ്ട്. ഗൈസ്, ഇവളുടെ പ്ലാനാണ് പുറത്ത് പോവാന്നുള്ളത്. നല്ല മഴയും പെയ്തു. മോമോസ് കിട്ടുമെങ്കിലും കണ്ടറിന് കാണാം. വണ്ടി ഇല്ലെങ്കിലോ തൊട്ടടുത്ത വീടിന് ചായ സമൂസയും കിട്ടുമെന്നൊന്നും അറിയില്ല. ട്രീറ്റ് എങ്കിലും നമ്മൾ പോകുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷ കൈവിടുന്നില്ല. പുഷ് തള്ളുക, ഉള്ളു വലിക്കുക. ഹൈ ഗൈസ്, നമ്മൾ ഇവളുടെ ട്രീറ്റിന് വന്നിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല ഗൈസ്. നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഗൈസ്. ഡിസംബറിൽ ഇവിടെ കല്യാണമാണ്. അത് പ്രമാണിച്ച് എല്ലാരും ഇത് കാണുന്ന എല്ലാവർക്കും ക്ഷണുണ്ട്. എല്ലാവരും വിഷ് ചെയ്യണം. എല്ലാരും വിഷ് ചെയ്യണം. അങ്ങനത്തെ വർത്താനം ഇവിടെ വേണ്ട. അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്നവളാണ്. വെറും 29 വയസ്സ്. നമ്മള് കളിച്ചോണ ഒരു നടന്റെ പേര് പറയും, എന്നിട്ട് ഒരു സിനിമ അനക്കിനെ കാണുന്നില്ല. അങ്ങോട്ട് ഇങ്ങനെ വയ്ക്കും, ചരിച്ചു വയ്ക്കും. അപ്പൊ വോയിസ് ഭയങ്കര ഇതാവോ, കേൾക്കാണ്ടാവോ? ഇല്ലല്ലോ. ആയി പറഞ്ഞു. ആദ്യത്തെ നടൻ പൂജ പറയും. പൂജന്റെ ചെലവല്ല, പൂജ നടന്റെ പേര് ഇനി ഞങ്ങൾക്ക് അറിയുന്ന നടനെ പറയണേ. ബേസിൽ ജോസ്, കുഞ്ഞിരാമായൺ. അതിലില്ലല്ലോ, ഡയറക്ടർ അല്ലേ? പൊന്മാൻ. പറയണോ? അത്ര പറയണോ? പേര് പറയണോ? പൊട്ടത്തിന് പറയുന്ന ആളെ കാണുന്നുണ്ട്. ഓ, കിട്ടി. അതിലുണ്ട്. പ്രാവൻകൂടി ഷാപ്പിന്റെ കാര്യം ഏതോടി ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞു? അയ്യോ, അങ്ങനല്ല, നല്ലതാണ്. കുറവാ. ഓൾറെഡി മങ്കിയാണ്, ഇനി ഡോങ്കിയാണ്. മങ്കിയനാണ്. ഓളങ്ങം പറഞ്ഞ ഇല്ല. ഗുരുവായൂർ അമ്പലം നട സൂക്ഷ്മദർശിനി. മിന്നൽ മുരളിയിൽ ഒരാള് പ്രസംഗിക്കുന്നു. ഏതോ ഒരു സ്ഥലത്ത് ഉണ്ട്. ഇവിടെ വെറുതെ അല്ല ബേസിൽ ജോസഫ് പറഞ്ഞേ. എന്റെ തൊട്ടുമുമ്പേ വല്ല സെർച്ചും. സിനിമ പേരും എനിക്കറിയില്ല. പാട്ടറിയോ? പാടുന്നോ? മതി. എന്റെ ഊഴം വരട്ടെ, ഞാൻ പഠിക്കണം. ഇത് കാണുന്ന ബേസിലിനോട് ക്ഷമ വലിയ ഫാനാണ്. ഞാൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. മരണമാസം. ആ
മറ്റേത് ചിക്കൻ അങ്ങനെ ആ പാട്ട് ഏതാ? നോക്കി നിന്നത് ആ ഏത് സിനിമ? പെണ്ണിനുള്ളില് സിനിമ ഏതാ? അതേതാ? എനിക്കറിയില്ല. ആ പാട്ട് മാത്രമേ കേട്ടുള്ളൂ. ആ Guys, നമ്മുടെ കോടതി സമശം ബാലം വയ്ക്കും. ഒരു ഫോട്ടോ എങ്കിലും എടുക്കായിരുന്നു. വീഡിയോ നമുക്ക് റിവ്യൂ ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? ഔട്ട് ഓഫ് 10 ഒരു 7. 8. ഞാൻ ഇത് ഇങ്ങനത്തെ പാത്രത്തിൽ തരാൻ പറ്റുമോ എനിക്ക്? സുഖമായിട്ട് കഴിക്കാം. സത്യം 3. ഉദ്ദേശിച്ച കുനാഫ ഇതല്ല, ഇങ്ങനെയല്ല. ഇതിന്റെ ടേസ്റ്റ് മിക്സർ വാരി ഇട്ടേക്കും. ഇതിനു മുമ്പ് കുനാഫ കഴിച്ചിട്ടുണ്ടോ? പക്ഷെ വരുന്നില്ലല്ലോ. ഇതും പറഞ്ഞ് ഫുള്ള് തീർക്കുന്നുണ്ടല്ലോ. ഗൈസ്, അങ്ങനെ അടുത്ത ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നു. അത് വരുന്നതിന് മുമ്പ് അടുത്ത നടൻ പറയും. കുറേ ഉള്ള സിനിമ കുറേ അഭിനയിച്ചു. പൃഥ്വിരാജ് ഒളിഞ്ഞു നോക്കുന്നുണ്ട് പൂജ അതിനകത്ത് കൂടെ. എന്തെന്ന് ചിരിച്ചൂടെ എനിക്ക്? അടുത്ത ആള് പൃഥ്വിരാജ്. ഇവിടെ പറഞ്ഞ അനക പറയൂ. അനക്ക് എമ്മായി പൃഥ്വിരാജാണോ? അതില് ആള് എമ്പുരാൻ. ഞാൻ പറയാൻ വെച്ചു. ഇപ്പൊ ഞാൻ പത്ത് കാര്യമില്ല. അതിലുണ്ടോ എനിക്കറിയില്ലല്ലോ. എന്റെ പല്ല് മാത്രം കണ്ടാ മതി. ചോക്ലേറ്റ്. സോറി ഗൈസ്. കങ്കാരു. വെള്ളി നക്ഷത്രം. വന്ദനം. പോക്കിരി രാജ. ഗുരുവായൂരമ്പല. ലോലിപോപ്പ്. ചക്രം. മുംബൈ പോലീസ്. എസ്ര. ചോക്ലേറ്റ്. ഞാൻ പറഞ്ഞു ഇത് 3 ചോക്ലേറ്റാ. പുതിയ മുഖം. മീരയുടെ ദുഃഖവും മുത്തിന്റെ സ്വപ്നവും. പൃഥ്വിരാജ് ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇല്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പോക്കി രാജ. ഞാൻ പറഞ്ഞു തള്ളന്നെ കിട്ടിയാ കിട്ടി. നിറഞ്ഞു നമുക്ക് ടീമായി കളിക്കില്ലേ? നോക്കട്ടെ, ഒരാൾ നോക്കട്ടെ. ഇതാ നമ്മളെ നോർമല്. ലൈറ്റ് ഇല്ലാണ്ടിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ തോറ്റു. അടുത്ത ആള് പറയാം. 2020 കഴിഞ്ഞേ, ഇനി തോറ്റില്ലേ? അടുത്ത ആള് പറയണല്ലോ. ഓ അങ്ങനെ. നെക്സ്റ്റ് ടീമായി കളിച്ചാലോ? പാട്ടിലുണ്ട്, പാട്ടിൽ. എല്ലാ നടന്മാരും 2020 ടീമായി കളിക്കാൻ. പിന്നെ രണ്ടാളുകൾ തോൽവി തോറ്റ് രണ്ടുപേരും നമ്മളൊരു ഗ്രൂപ്പാക്കി വിട്ടുകൊടുക്കാം. ദിലീപ്. ദിലീപ് പറയുന്നു. തിളക്കം. കല്യാണം. മേരി കൊണ്ടുവരുന്നില്ല. അതിലാരാ? ദിലീപ്. ഇതില് അധികം ടൈം എടുക്കാൻ. ചക്രമുത്ത്. കുഞ്ഞിക്കുഞ്ഞ്. വെട്ടം. എന്റെ രാമലീല.
ഞാൻ പറയാ ചന്ദ്രേട്ടനെ മതി. സ്പീഡ് ഇരട്ട കുട്ടികളുടെ അച്ഛൻ കാശുപടം ചാന്തോട്ട് മായാമോഹിനി നീച്ച വന്നത് തർക്കം നൽകാം. ചന്ദ്രന് ദിക്കുന്ന ദിക്ക് ആ അത് വേണ്ടിണ്ടായി ഇവിടെ ചന്ദ്രേട്ടൻ തലയിട്ട് എടി ഞങ്ങളോട് പറഞ്ഞു അറിയില്ല. സ്പാനിഷ് മസാല കൊച്ചി രാജ ചേച്ചി പറഞ്ഞില്ല. റൺവേ കലാവിശേഷൻ ഡൈനാമിക് ചിക്കൻ കലാവിശേഷം സോസ് മുങ്ങി കിടക്കുക സാധനം മറ്റേ കോലില്ലേ അല്ല ഫോണ് വെച്ചിട്ട് പോരുത്തുന്നു ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിക്കണേ. അതിനുള്ള ടിഷ്യൂ തുടക്കാൻ ഇത് ഇതില് സോസ് ഇല്ല. ഫുഡ് വന്നു. ഫുഡ് ഫുഡിലാണ് കോൺസെൻട്രേഷൻ. റെഡി ഈ ക്ലാസ്സിലുള്ള പൈസ ആർക്കൊരു കുറേ ഉണ്ടാവുന്നുണ്ട്. അതായത് മോമോസിന്റെ സോസാണ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. സോസ് ആണോ? മറ്റേത് വെച്ച് നോക്കുമ്പോ ഒരു 6. ഇവളെന്താ ഈ പ്രതീക്ഷിക്കുന്നേ? കുറഞ്ഞ മാർക്കാണല്ലോ. പണ്ട് സ്റ്റാർ സിംഗറിൽ ശരത്താണ്. ലൊലിനോലത്തെ ഇത് സൂപ്പറാ, അത്ര വരില്ല. ഇവിടുത്തെ അതെങ്ങനെയാ? ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് ഉരുട്ട വഴിയടിച്ച് എങ്ങോട്ടാ പോവാ? ഞാൻ വിചാരിച്ച അവിടെ എല്ലാരും പോയിട്ടുണ്ടെന്നു. ഈ മന്ദബുദ്ധികൾ എവിടെയും പോവാത്തത് ഞാൻ എന്ത് ചെയ്യണം? പോയിട്ടില്ല. നമ്മള് പൈസ നമ്മള് ഡ്യൂട്ടി ഇവർക്ക് മെട്രോ സെൻസാർ മെട്രോ പിന്നെ PG ക്യാൻറ്റീനും പാമ്പോസും. അതല്ലേ നമ്മള് പൂജയ്ക്ക് ഒരു 10 കമന്റ് കിട്ടിയപ്പോൾ കൊളുക്ക് ചാടി. അതെ അതെ. എങ്ങനെ ഒരു കുട്ടി അയ്യോ വാണ്ടടേ ഗൈസ് 10 ചിക്കൻ കറി. ഔട്ട് ഓഫ് 2 ഗൈസ്. അങ്ങനെ നമ്മുടെ 1 മണിക്കൂർ അംഗം കഴിഞ്ഞിരിക്കുന്നു. നമ്മള് വിശപ്പടങ്ങിയിട്ടില്ല, പിന്നെ നമ്മളെ കയ്യിൽ പൈസ കഴിയുന്നോണ്ട് നമ്മൾ ഇറങ്ങുവാണ്. ഓക്കെ ഇത് ഓക്കെ 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 ഇത് ഒന്ന് ഈ സാധനം നീ പൈസ മുതലൊക്കെ എത്ര പൈസ കൊടുക്കുന്നത്? കയ്യിൽ ബർത്ത്ഡേകളുടെ ട്രീറ്റ് അവിടെ പോയിട്ട് കേക്ക് വാങ്ങുന്നു ഞാൻ. ഗൈസ് അങ്ങനെ സ്നേഹന്റെ ബർത്ത്ഡേ ആണ് നാളെ. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് അവളുടെ വക വലിയ ചെലവുണ്ട് ഗൈസ്. ഇന്ന് ഇവളുടെ കമ്മിറ്റഡ് അതിന്റെ ചെലവ്. അടുത്തത് ഇവളുടെ ബർത്ത്ഡേ. അടുത്ത ഇവളുടെ ഷഷ്ടി മിക്കവാറും. സ്നേഹ വ്യൂവേഴ്സിന് കൊടുക്കേ.
നന്ദി നന്ദി എല്ലാവരും കൂടെ 2-3 4 കൊടുത്ത പൈസ മുതലാക്കാണ് ടിഷ്യൂ Number 1 on the stage. This number 2. This number 3. Guys, ഉള്ള പൈസക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇവർക്ക് ഇപ്പോൾ ബസ്സിൽ കയറാൻ പൈസ ഇല്ല. അവിടെ നടക്കണ ഗൈസ്. അതുകൊണ്ട് നടക്കാണ്. നല്ല സ്പീഡ് ഉണ്ടല്ലേ? ഇത് മറ്റേ വണ്ടറിൽ പോകും. ഹലോ ഗൈസ്, നമ്മൾ കഴിച്ചത് പോരായിട്ട് നമ്മൾ ദോശയും ചായയും കൂടെ എന്റെ ചോദിച്ചിട്ട്